കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് LM-ന്റെ ഈ സെമിനാറിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന മുഴുവൻ പേർക്കും, പ്രത്യേകിച്ച് ഈ സെമിനാറിന് മുഖ്യപ്രഭാഷണം നൽകുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള ദൈവസഭാ സ്റ്റേറ്റ് ഓവർസിയർ റവറൻ വൈറിജി അവറുകൾ, സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ സണ്ണി ആൻഡ്രൂസ്, ട്രഷറർ സജുരാജ്, കമ്മിറ്റി അംഗങ്ങൾ, LM സെക്രട്ടറി സൂസൻ ആൻഡി, ജോയ്സ് എബ്രഹാം, പറയണ്ടായിരുന്നോ? വേണം. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്ന മനോഹരമായ കൊയർ, ജൂനിയർ കൊയർ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു സെമിനാറിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഒരു തീം എന്ത് വേണമെന്ന് എന്നോട് LM സെക്രട്ടറി സൂസൻ ആൻഡി ചോദിച്ചപ്പോൾ പെട്ടെന്ന് ആലോചിക്കുകയൊന്നും ചെയ്യാതെ അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ വന്ന ഒരു തീമായിരുന്നു എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ളത്. എഴുന്നേറ്റ് പ്രകാശിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാനത് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു ചിന്ത, പത്രോസ് കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ ദൂതൻ കാരാഗ്രഹത്തിനകത്ത് വന്നു, വെളിച്ചവും വീശി. ദൂതനും വന്നു, വെളിച്ചവും വീശി. എന്നിട്ടും പുള്ളിയുടെ കയ്യേലെ ചങ്ങല അഴിഞ്ഞില്ല. പിന്നെ വിലാപ്പുറത്ത് തട്ടിക്കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. അന്നേരമാ തൻ്റെ കയ്യേലെ ചങ്ങല അഴിഞ്ഞത്. അപ്പം നമ്മൾ ഉറങ്ങിക്കിടന്നാൽ ബന്ധനം മുറുകും. നമ്മൾ ആത്മാവിൽ എഴുന്നേറ്റാൽ ചങ്ങലകൾ അഴിയും. അല്ല, അതങ്ങനെ തന്നെയാ. നമ്മൾ ആത്മാവിൽ ഉണരുന്നതിനനുസരിച്ച്, ശക്തിപ്പെടുന്നതിനനുസരിച്ച് ബന്ധനം മുറുകുകയല്ല, അത് അഴിഞ്ഞു മാറാനിടയാകും. അങ്ങനെയുള്ളവർക്കേ പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മളോട് ഇന്ന് രാത്രിയിലെ ഈ സെമിനാറിന്റെ മുഖ്യ പ്രഭാഷണം നൽകുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ള ഇന്ത്യ ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ റവറൻ വൈറിജി അവറുകൾ മുന്നോട്ട് കടന്നു വന്ന് നമ്മളോട് ദൈവദിനം സംസാരിക്കും. ഇന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസനെ നമുക്കിതിന് ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെ പരിശുദ്ധാത്മാവ് തുടർന്നുള്ള സമയം ശക്തമായി നമ്മുടെ നടുവിൽ ഉപയോഗിക്കട്ടെ. നമ്മുടെ കരങ്ങൾ തട്ടി കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രൈസലോ. ദൈവ തിരുനാമത്തിന് മഹത്വം. ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റിൻ്റെ LM വാർഷിക സെമിനാറിൽ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളോടുകൂടെ എനിക്കുമായിരിക്കാൻ ദൈവം ഒരവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി ഈ സെമിനാർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ VT എബ്രഹാം, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ളൊരു ദൈവത്തിൻ്റെ ദാസനാണ്. ഏകദേശം 3 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസഭയുടെ പ്രവർത്തനത്തിലായിരിക്കാൻ, കേരളത്തിൽ വിവിധ ഇടങ്ങളിലായിരിക്കാൻ ദൈവം സഹായിച്ചു. കുടുംബമായിട്ട് അവരോട് ചേർന്ന് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. LM-ന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സിസ്റ്റർ സൂസൻ ആൻഡ്രൂസ്, കർത്താവിൻ്റെ ദാസിയെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇത് ക്രമീകരിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്കും ദൈവം കൃപ കൊടുത്തല്ലോ. അതുപോലെ തന്നെ ചർച്ച് ഓഫ് ഗോഡ്
കുവൈറ്റിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സണ്ണി ആൻഡ്രൂസ് അവറുകൾ, അതിൻ്റെ ട്രഷററായിരിക്കുന്ന സജു രാജ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ലേഡീസ് മിനിസ്ട്രിയുടെ ഭാഗമായി ഈ സഭയുടെ എല്ലാമിൻ്റെ അംഗങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവസഭ കേരള സ്റ്റേറ്റിലുള്ള എല്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു സഭാ പ്രവർത്തനത്തിലുള്ള കുവൈറ്റിലുള്ള ഈ സഭ എന്നും ഏകദേശം എനിക്കറിയാവുന്ന 10-30 വർഷമായിട്ട് കേരളത്തിലുള്ള എല്ലാമിൻ്റെ പ്രവർത്തനങ്ങളെ ആവോളം സഹായിക്കുന്ന ഒരു യൂണിറ്റാണ് ഇവിടെയുള്ള യൂണിറ്റ്. ഒരുപാട് ചാരിറ്റികൾ നിങ്ങൾ ചെയ്യാറുണ്ട്. കർത്താവിന് സ്തോത്രം. ദൈവവേലയ്ക്ക് വേണ്ടി ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകി തന്നിട്ടുള്ള ഒരു യൂണിറ്റാണ് ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റിലെ എല്ലാം യൂണിറ്റ്. ഇന്നേക്ക് ഒരു 28 വർഷം മുമ്പ് ഞാൻ ചേന്നമംഗലം സഭയിൽ മിഷൻ പ്രവർത്തനത്തിന് കടന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയ യൂണിറ്റ്, അവിടെ ഒരു സഹോദരിയുടെ വിവാഹം നടത്താൻ യാതൊരു മാർഗവുമില്ലാതെ അവർ ഭാരപ്പെട്ടു. 2 പെൺമക്കളാണ്. അവർ പ്രായമൊക്കെ അല്പമായി. വിവാഹം കഴിക്കാനായിട്ട് വലിയ അവർക്ക് കൊടുക്കാനുള്ള മറ്റ് നന്മകളൊന്നും ആ മാതാവിൻ്റെ കയ്യിലില്ല. അപ്പം ഞാനവിടെ ചെന്നു ഇവരോട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങളൊന്നും അല്ല, 28-29 വയസ്സുള്ള സഹോദരിമാരാണ്. നമ്മുടെ ഭാഷയെ കുഞ്ഞുങ്ങളെന്ന് പറയും. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, അവർക്ക് അപ്പച്ചൻ നേരത്തെ മരിച്ചു പോയതാ. ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹക്കാര്യം വന്നപ്പോൾ സ്ത്രീധനം മേടിക്കുന്നതും കൊടുക്കുന്നതും തെറ്റാന്നോ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അന്ന് അവർക്ക് കുറഞ്ഞതൊരു 40,000 രൂപയിലും വേണം. ഇവരുടെ കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. എനിക്ക് അന്നുള്ളവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി ഭാരപ്പെടണ്ട, ദൈവം പ്രവർത്തിക്കും, വിശ്വാസത്തോടെ വാക്ക് കൊടുക്കാൻ പറഞ്ഞു. ഈ അമ്മച്ചി അങ്ങ് വാക്ക് കൊടുത്തിട്ട് അമ്മച്ചി നിശ്ചയത്തിൻ്റെ തലേന്ന് എൻ്റെ കൈ കൊണ്ടുവന്ന് 10,000 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ പാസ്റ്റ് പറഞ്ഞതും കൂടി ഇട്ടങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ആകെ സ്വോത്രകാഴ്ച എന്ന് പറയാൻ 80 രൂപ 90 രൂപയൊക്കെ ഉള്ള സമയമാണ്. ഞാനിങ്ങനെ കർത്താവിനെ നോക്കി, അമ്മച്ചിയെ നോക്കി. ഞാൻ ചോദിച്ചു, അമ്മച്ചി എന്ത് ഈ പറയുന്നേ? അല്ല, പാസ്റ്ററല്ലേ പറഞ്ഞേ എല്ലാം ദൈവം പ്രവർത്തിക്കും, അപ്പം എന്തെങ്കിലും കാണുമല്ലോ പാസ്റ്ററയില്ല, അതങ്ങ് കൊടുത്താൽ മതി. ഞാൻ ആകെ ഭാരപ്പെട്ടു. അന്ന് നമ്മുടെ സേവരട്ടനാണ് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ വാക്കൊക്കെ പറയുമ്പോൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണ്ടേ പറയാൻ എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു, എന്തായാലും വാക്ക് പറഞ്ഞു പോയി, നമുക്കിനി മാറാക്കത്തില്ല. കല്യാണം നിശ്ചയം നാളെയാണ്. അപ്പം ഞങ്ങൾ 3 രൂപ പലിശയ്ക്ക് 30 രൂപ എടുത്തു, 30,000 രൂപ എടുത്തു. എന്നിട്ട് അന്ന് മേരിക്കുട്ടി ആൻറ്റി, നമ്മുടെ ജോസങ്ങളുടെ വൈഫ്, ജോയലിൻ്റെ മമ്മി, അവരിവിടെ എല്ലമ്മിൻ്റെ ഒരു സജീവ പ്രവർത്തക. അന്നത്തെ ഏകദേശം 28 വർഷം മുമ്പായി പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു, മേരിക്കുട്ടി ആൻറ്റി ഇങ്ങനെയാണ്, ഈ 3,000 രൂപ പലിശ, ഈ 900 രൂപ പലിശ കൊടുക്കണം, അതുപോലും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് മേരിക്കുട്ടി ആൻറ്റി ഈ കാര്യത്തിലൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നത് സ്റ്റെല്ല ടീച്ചറൊക്കെ അന്ന് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അന്നത്തെ എല്ലമ്മിൻ്റെ പ്രവർത്തകർ ആരെങ്കിലും പഴയ കാലങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, മേഴ്സി ആൻറ്റിയൊക്കെ ഉണ്ട്. മേരിക്കുട്ടി ആൻറ്റി ഇത് എല്ലമ്മിൽ പറഞ്ഞു. അവരൊരു പിരിവെടുത്തു. ആ 30,000 രൂപ അന്ന് അയച്ചു തന്നു. അന്നൊരു കൊച്ചിൻ്റെ കല്യാണം. അന്ന് മുതൽ എനിക്കറിയാം കേട്ടോ. അതാ ഞാനിപ്പോൾ പറഞ്ഞത്,
നമ്മളൊരു പാട്ടിലോ ഒരു പ്രസംഗത്തിലോ ഒരു ആക്ടിവിറ്റീസിലോ മാത്രമല്ല നമ്മളെ കൊണ്ട് ചിലത് ചെയ്യാൻ കഴിയും. ഇന്ന് ഒരു കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു കേട്ടോ. അദ്ദേഹം പിന്നീട് പാസ്റ്ററായി, ചച്ചക്കോണ്ട് ഒരു പാസ്റ്ററായി, ഇന്ന് ചച്ചക്കോട് ഒരു പാസ്റ്ററായിട്ട് ഒരു കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു കേട്ടോ. സ്തോത്രം. അപ്പോൾ അന്നു മുതൽ ഞാനിവിടെ അത് പറയുന്നത്, നിങ്ങളിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവിൻ്റെ നാളോളം തുടരണം കേട്ടോ. ഇപ്പം നമ്മുടെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പരിശോധിക്കാൻ കർത്താവ് ഇവിടെ ആകട്ടെ. കർത്താവ് അനുവദിച്ചാൽ 2025 ജാനുവരി മാസം 20 മുതൽ 26 വരെ സ്റ്റേറ്റ് കൺവെൻഷൻ തിരുവല്ല കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കും. അന്ന് LMൻ്റെ ഒരു LM ഡേ ഉണ്ട്. ആ സമയത്ത് ആരെങ്കിലും അവിടെ ലീവിനുണ്ടെങ്കിൽ അന്നത്തെ മീറ്റിങ്ങിന് വരണം. നമ്മൾ ധാരാളം ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആ ചാരിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവദാസന്മാരുടെ വിഡോസ്, അതായത് ദൈവദാസന്മാർ നിത്യതയിൽ ചേർക്കപ്പെട്ടവരുടെ കർത്തദാസിമാർ ഈ നമ്മുടെ ദേശത്തുണ്ട്. അവരെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. വലിയ തുകയൊന്നുമല്ല, ആവോളം അവരെ ഒന്ന് സഹായിക്കുന്ന ഒരു ശുശ്രൂഷ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചാരിറ്റികൾ എല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ യൂണിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഇതുപോലൊരു തീം പാസ്റ്റർക്ക് കിട്ടിയതുപോലെ നല്ലൊരു വെളിപ്പാട് കൊടുത്ത് ആ കാര്യത്തിൽ ഒരു പാർട്ടിസിപ്പേഷൻ. വിറ്റിയപ്രാം പാസ്റ്റർ അത്ര അതുപോലെ ശക്തനായ ഒരാളാണ്. കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ഒരു ദിനാറായിരിക്കാം, ഒരു 100 പേര് കൂടുമ്പോൾ 100 ദിനാറായിരിക്കാം. അതൊരു വലിയ, ഞാൻ 28 വർഷം മുമ്പ് നടന്ന ഈ കാര്യം ഇവിടെ പറഞ്ഞത്, അന്നത് ആ കൂടി വന്ന സഹോദരിമാർക്ക് നിസ്സാരമായിട്ട് 56 രൂപ 57 രൂപയൊക്കെ ഉള്ളപ്പോഴാണ് ദിനാറിന് അവരാ കാശ് സംഘടിപ്പിച്ച് തരുന്നത് കേട്ടോ. സ്തോത്രം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും വൃഥാവല്ല. സ്തോത്രം. ആകയാൽ നിങ്ങളിൽ നല്ല പ്രവൃത്തികൾ ശക്തമായി തുടരാൻ ദൈവം സഹായിക്കട്ടെ. കേരള സ്റ്റേറ്റിൻ്റെ LM ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഈ യൂണിറ്റിനെ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഞാൻ ഈ സെമിനാറിൽ സംബന്ധിക്കുവാൻ ഇതിൻ്റെ സെക്രട്ടറി സൂസൻ സിസ്റ്റർ ഓർപ്പിക്കുമ്പോൾ എനിക്ക് ആ കൺവെൻഷൻ ഇതിൻ്റെ തീമൊക്കെ തരാനിടയായി, എഴുന്നേറ്റ് പ്രകാശിക്കുക എന്നുള്ളത്. ഞാൻ ഒരല്പസമയം നിങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പാടിയതും നിങ്ങൾ പ്രാർത്ഥിച്ചതുമായ ഒരാശയമായിരിക്കത്തില്ല ചിലപ്പോൾ ഈ തീമിൽ നിന്ന് എനിക്ക് നിങ്ങളോട് ഇടപെടുവാനുള്ളത്. എന്നിരുന്നാലും എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് വളരെ ശാന്തമായിട്ട് നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാം. നമ്മൾ വായിച്ച അല്ലെങ്കിൽ നമ്മുടെ തീം ഇതാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം, അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ഇത് കേൾക്കുമ്പോൾ ഇന്ന് പാസ്റ്റർ പറഞ്ഞ പോലെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ആ പ്രകാശമൊക്കെ ഒന്നൊന്ന് വെട്ടിത്തിളങ്ങാൻ കഴിയുന്ന രീതിയിൽ ഒന്ന് ആത്മീയമായിട്ടൊന്ന് മുന്നേറാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അതത്ര ഈസിയല്ല. എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഈസിയല്ല. നമുക്കറിയാം, വീണ് കിടക്കുന്ന ഒരുത്തൻ എഴുന്നേൽക്കണമെങ്കിൽ മറ്റൊരുത്തൻ്റെ സഹായമില്ലാതെ വലിയ പാടാ എഴുന്നേക്കാൻ. പ്രൈസിൽ അതിനാണ് പരിശുദ്ധാത്മാവ് നമ്മെ എഴുന്നേൽപ്പിക്കാനായിട്ട്. അപ്പം വീണവനൊരു ബോധ്യം വേണം, ഞാൻ വീണെന്ന്, എങ്കിലല്ലേ എഴുന്നേക്കാൻ പറ്റൂ. എഴുന്നേക്കേണ്ടത് ആരാ? വീണവരാണ് എഴുന്നേൽക്കേണ്ടുന്നത്. നമ്മളാരും വീണിട്ടില്ലല്ലോ, ഇല്ലല്ലോ.
ഞാൻ വീണിട്ടില്ല, നിങ്ങളാരും വീണിട്ടില്ല. അപ്പോൾ ഈ ടീമിന് ഇവിടെ വലിയ പ്രസക്തിയൊന്നും ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്നോട് കൂടെ പറഞ്ഞേ, ഞാൻ പറഞ്ഞു വളരെ ശാന്തമായിട്ടാണ് പറയുന്നത് അല്ലേ. ആരാ എഴുന്നേക്കണ്ടെന്നേ? നമ്മൾ ആരെങ്കിലും വീണിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ടീമിന് പ്രസക്തി ഉണ്ടോ? ഞാൻ പാസ്റ്ററെ ഡിസ്കറേജ് ചെയ്ത് പറയല്ല, വലിയ പ്രസക്തി ഇല്ലല്ലോ. നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നവരല്ലേ. പക്ഷേ ഈ വചനം പറയുന്ന പ്രകാശമുണ്ടോ? ഉണ്ടോ? അയ്യോ, നമ്മളൊരു ബൈബിൾ സ്റ്റഡി പോലെ അങ്ങ് എടുക്കുക. ഉണ്ടോ? ഈ വചനം പറയുന്ന പ്രകാശം എന്നിലുണ്ടോ? ഞാൻ ചോദിച്ചാൽ ഹല്ലേലൂയ പറയുന്നതല്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ശരിയായിട്ട് എഴുന്നേറ്റിട്ടില്ലേ? അവിടെയാണ് കുഴപ്പം. കറക്റ്റായിട്ട് എഴുന്നേറ്റാൽ നമ്മൾ പ്രകാശിക്കും. അപ്പൊ പ്രകാശിക്കാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച നിലയിൽ കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എഴുന്നേൽക്കേണ്ടതുപോലെ എഴുന്നേറ്റിട്ടില്ല. അതാണ് വിഷയം. നമ്മൾ എഴുന്നേറ്റാൽ പ്രകാശിക്കും. എഴുന്നേറ്റിട്ടും പ്രകാശിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എഴുന്നേൽക്കേണ്ടതുപോലെ നമ്മൾ എഴുന്നേറ്റിട്ടില്ല. അതാണ് ഇന്ന് രാത്രി നമ്മൾ അല്പസമയം ചിന്തിപ്പാൻ പോകുന്നത്. പ്രകാശിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരും ഇവിടെ ഇല്ല. ദൈവത്തിന് സ്തോത്രം. വീണ് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമില്ല. എന്നാൽ ഇതിന്റെ നടുവിലൂടെയുള്ള യാത്രയാണ് നമ്മിൽ യഥാർത്ഥത്തിലുള്ള ദൈവിക വിടുതൽ വെളിപ്പെടാതെ വണ്ണം. ഞാൻ ഈ വിടുതലെന്ന് പറയുമ്പോ, അല്ലെ നമ്മൾ വിടുതലെന്ന് പറയുമ്പോ പല നിലകളിലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെ, ഞാൻ ഇതിന്റെ ചുമതലക്കാരനായി, കോട്ടായി, കണ്ണാടിയായി, വണ്ടിയായി, വീടായി, പണമായി എന്നൊക്കെ ചിന്തിച്ചാൽ ഏറ്റവും വിടുതലായി അല്ലേ. എന്നെ സംബന്ധിച്ച് അതൊരു വിടുതലാണ് വേണേ. പക്ഷെ ഇതല്ല വിടുതൽ. ഇതാണ് വിടുതലെന്നും പറഞ്ഞിരിക്കുന്നത് എഴുന്നേൽക്കേണ്ടതുപോലെ എഴുന്നേൽക്കാൻ കഴിയാത്ത ചിന്താഗതിയാണ്. ഇതല്ല വിടുതൽ. സ്ഥാനമോ മാനമോ ബഹുമാനമോ പദവിയോ ഇതൊന്നും അല്ല വിടുതലെന്ന് എഫേസ്യ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നു. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നതാണ് യഥാർത്ഥ വിടുതൽ. സ്തോത്രം. പ്ലീസലോ. ഇനി ഈ 60-ാമത്തെ അധ്യായം എന്നോട് പാസ്റ്റർ പറഞ്ഞേക്കുന്നത് ഇഷ്ടംപോലെ സമയമുണ്ടെന്ന. കാരണം പാട്ടൊക്കെ നിങ്ങൾ വെട്ടിച്ചുരുക്കി, അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇതിൽ പറയുന്ന സമയത്ത് ഞാൻ നിർത്തുകയും ചെയ്യും കേട്ടോ. കർത്താവിന് സ്തോത്രം. ഇത് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച, ഇസ്രായേലിനെ ഒരു വ്യക്തിയായിട്ട് ദൈവം കണ്ടിട്ട് അതിന്റെ 50 മുതലുള്ള അധ്യായങ്ങളിൽ അവൻ ഇസ്രായേൽ എന്ന ആ സമൂഹം എഴുന്നേൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത്. 50-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ 50-ാമത്തെ അധ്യായം മുതൽ നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ കാണുന്ന അതിന്റെ ദൈവത്തിന് സ്തോത്രം. 51-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, 52-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നു. നോക്കണേ, 51-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, നീതിയെ പിന്തുടരുന്നവരും ഉള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ, നിങ്ങളെ വെട്ടിയെടുത്ത. അപ്പോ എഴുന്നേൽക്കാൻ തുടങ്ങുന്നവരോട് ദൈവം പറയുക, ആ തുടക്കം എവിടാന്നൊന്ന്. അപ്പൊ തുടക്കം മറക്കുന്നതാണ് വീഴ്ചയുടെ ആദ്യത്തെ ഘട്ടം. ആത്മീയ പതനത്തിന്റെ ആദ്യത്തെ പടി എവിടാന്ന് ചോദിച്ചാൽ നാം വന്ന വഴി മറന്നു പോകുന്നതാണ്. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മറവിയില്ലാതെ ദൈവിക നടത്തിപ്പുകളെ ഓർക്കുന്നതാണ് എഴുന്നേൽക്കാനുള്ള ആദ്യത്തെ അനുഭവം. ആദ്യത്തെ അനുഭവം അതാണ്. ഞങ്ങളെ വെട്ടിയെടുത്തത് എവിടാണ്? ഇന്ന് നമ്മളെ ആക്കി വെച്ചത് നോക്കിയാൽ വേറൊരു തലമാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നത്തെ അനുഭവമല്ല. 2005 ഞാനിവിടെ വിസിറ്റിങ്ങിന് വരുമ്പം ദൈവത്തിന് സ്തോത്രം, 3 മാസം ഇവിടെ താമസിക്കുമ്പം ഒരു മീറ്റിംഗ് കിട്ടാൻ വേണ്ടി ഈ സഭകളെ എല്ലാം വിളിച്ചു. മീറ്റിംഗ് തരണേ എന്ന് പറഞ്ഞാൽ വിളിക്കണം. അപ്പോൾ അവരിങ്ങനെ മീറ്റിംഗ് മാറ്റി എന്നാ പോകുന്നതെന്ന് ചോദിക്കും. ജൂലൈ 27 പറയും. അപ്പോൾ പിന്നെ വിളിക്കാൻ പറയും. 1 വിളിച്ചു, 2 വിളിച്ചു, കൂടെ ദൈവത്തെയും വിളിച്ചു. ഇങ്ങനെയൊക്കെ കുറേ വിളിച്ചു, ഒത്തിരി വിളിച്ചു. എന്നിട്ട് ഒരു 10-12 മീറ്റിംഗ് കിട്ടും. പിന്നെ അന്ന് പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ഡയറി എടുക്കും. അന്ന് എഴുതും ബിജു ബ്രദറിൻ്റെ വീട്ടിൽ ഊണ്. അതൊരു പ്രോഗ്രാമാണ്. ഞാൻ ഉള്ള കാര്യം പറയുന്നത്, എന്നോട് കൂടെ ചിന്തി. അപ്പം റീച്ചാൻ്റെ വീട്ടിലൊരു ഉച്ചയ്ക്ക് ഊണ്, അതൊരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്ന് പറയാൻ അന്ന് അത്രേ ഉള്ളൂ നമ്മുടെ വിളി. ഓരോ വിളിയുടെയും പിന്നിൽ ഓരോരുത്തരെ വിളിക്കുമ്പോൾ ഞാൻ ഉള്ള കാര്യം പറയുന്നത്, ഇങ്ങനെ ഞാൻ വന്ന കാര്യം പറയുന്നത്. നിങ്ങളിനി എന്നെ എങ്ങനെ കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വന്ന ആ ഒരു അനുഭവമാണ്. വെട്ടിയെടുത്തുകൊണ്ട് വന്ന ആ തുടക്കമായി പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ, പ്രോഗ്രാമാണ്. ഇപ്പം നിന്നിട്ട് പറയുകയാണ്, ആ 2005 വരവൊന്ന് ഓർക്കണം. ഓർത്തിട്ട് വേണം ദൈവം നടത്തിയ വഴികളെ കുറിച്ച് ചിന്തിക്കാൻ. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അത് ഓർത്തിട്ട് വേണം ഇന്ന് ദൈവത്തെ സ്തുതിക്കാൻ. അപ്പോഴത്തെ ആ സ്തുതിക്കുന്നതിന്റെ ഒരു ഇമ്പം എന്താണെന്നറിയാമോ? ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. സ്തോത്രം. എന്റെ കുടുംബം എന്തുള്ളൂ. ഞങ്ങൾ അനുഭവിക്കുന്ന നന്മയുടെ ഈ വലിപ്പം എന്റെ കരങ്ങളിൽ തരാൻ എനിക്കെന്ത് യോഗ്യതയാന്ന് പറയുമ്പോ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് വീഴും. ദൈവത്തിന് സ്തോത്രം. അതാണ് എഴുന്നേൽക്കുന്നതിന്റെ ആദ്യത്തെ പടി. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയം, നമ്മൾ അതങ്ങ് മറക്കും. ഇപ്പോഴുള്ള ആ ഫെസിലിറ്റീസിന്റെ ആ വർധനവിനെ മാത്രമാണ് പിന്നെ നമ്മുടെ ലക്ഷ്യം. അവിടെയാണ് എഴുന്നേറ്റെങ്കിലും വേണ്ടവണ്ണം പ്രകാശിക്കാൻ കഴിയാത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഒത്തിരി ഞെരുക്കം ഉണ്ടാവും, ഭാരം ഉണ്ടാവും. ഞാൻ ചേന്നമംഗലത്ത് ശുശ്രൂഷിക്കുന്ന സമയം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് 26 രൂപ മുടക്കണം ചെങ്ങന്നൂന്ന് ആലുവയിൽ വരാൻ ട്രെയിനിൽ. അന്ന് ഞങ്ങൾ മന്ത്ലി പാസ് എടുക്കും. 188 രൂപയുള്ളൂ. അന്ന് എത്ര വേണേലും പാസഞ്ചർ ട്രെയിനിൽ പോയി വരാം. മെയിലിലാണെങ്കിൽ 2nd ക്ലാസ്, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോരും. അവിടുന്ന് ആലുവയിൽ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് 5:20 കോട്ടയിൽ കോവിലകം ബസ്സുണ്ട്. കോവിലകം ബസ്, അതിനകത്ത് കയറിയാൽ ഞങ്ങൾ 1 രൂപ 20 പൈസ കൊടുക്കണം ചേന്നമംഗലം ജംഗ്ഷനിൽ ഇറങ്ങാൻ. 80 പൈസയ്ക്ക് പറവൂര് കഴിഞ്ഞ് പറവൂത്തുറ പാലു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 80 പൈസ കൊടുത്ത് അവിടം വരെ ഇറങ്ങാം. അടുത്ത പോയിന്റാണ് 1 രൂപ 20 പൈസയ്ക്ക് ചേന്നമംഗലത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 80 പൈസയുടെ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ഈ പറവൂത്തുറ ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്നൊരു 2.25 കിലോമീറ്റർ ഉണ്ട് നടക്കും. എന്തിനാണെന്നറിയാമോ? 40 പൈസ ലാഭിക്കാൻ. എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ അവിടം വരെ വന്നിട്ട് കയറും. അപ്പോൾ ഒരു സൈഡ് വണ്ടിക്കൂലി ഫ്രീ ആവും. വെട്ടിയെടുത്ത ആ പാറയിലേക്കൊന്ന് നോക്കണം. ഇന്ന് കഴിച്ചു കളയുന്ന KFCയിലേക്കല്ല നോക്കേണ്ടുന്നത്. ബാങ്കിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ അല്ല നീ നോക്കേണ്ടുന്നത്. നിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആ വലിപ്പത്തെ അല്ല നീ കാണേണ്ടുന്നത്. നിന്റെ പ്രോപ്പർട്ടിയുടെ വലിപ്പമല്ല കാണേണ്ടുന്നത്. വീടിന്റെ മാർബിളിന്റെ കളറല്ല നീ കാണേണ്ടുന്നത്.
നിന്റെ മുറ്റത്ത് കിടക്കുന്ന വണ്ടിയുടെ വലിപ്പമല്ല നീ കാണേണ്ടുന്നത്. അന്ന് നീ സെക്കൻഡ് ഹാൻഡ് ഓടിച്ചെങ്കിൽ ഇന്ന് നീ ഫസ്റ്റ് ഹാൻഡ് സ്തോത്രം വലിയ വണ്ടി ഓടിക്കുന്നതല്ല കാണേണ്ടുന്നത്, വെട്ടിയെടുത്ത പാറയിലേക്ക്. കേട്ടോ, അതാണ് നോക്കേണ്ടുന്നത്. എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം നോക്കേണ്ടത് എന്റെ തുടക്കം എവിടെയാണെന്ന്. ആ തുടക്കത്തിനൊത്തവണ്ണമുള്ള കാഴ്ചപ്പാട് ഇന്നുണ്ടെങ്കിൽ നീ നിൽക്കുന്നവനാ, വീണിട്ടില്ല. എന്നാൽ ആ കാഴ്ചപ്പാട് നിന്നിലില്ലെങ്കിൽ മറ്റാരോടും ചോദിക്കണ്ട, നീ വീണവനാ, നീയാണ് എഴുന്നേൽക്കേണ്ടുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അങ്ങനൊരു തുടക്കക്കാലമുണ്ട് കേട്ടോ. അതൊക്കെ ഓർക്കുമ്പോ ഇവിടെ നല്ല എവിടെ വന്നിരുന്നാലും അറിയാതെ കണ്ണ് നനയും. സ്തോത്രം. ദൈവമേ, നീ കൊണ്ടുവന്ന വഴികൾ ഓർക്കുമ്പോ കഴിക്കാൻ ആഹാരമില്ലാത്ത അനുഭവം, ധരിക്കാൻ വസ്ത്രമില്ലാത്ത അനുഭവം, സഞ്ചരിക്കാൻ വാഹനമില്ലാത്ത അനുഭവം, ഫീസ് കൊടുക്കാൻ കാശില്ലാത്ത അനുഭവം, അതിന്റെ നടുവിൽ നിന്ന് നീ എന്നെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നത് ഓർക്കുമ്പോ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസിമാരെ, ഇവിടെ ആയിരിക്കുന്ന പ്രിയരെ, ഞാൻ പറയട്ടെ, നമ്മുടെ തുടക്കം മറക്കരുത് കേട്ടോ. ഇനി ഇങ്ങനെ വായിച്ചു വരുമ്പോ എല്ലാം ഒന്നും പറയുന്നില്ല. അതിന്റെ 57-ാമത്തെ വാക്യം, അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ച്. നിക്കണേ. അപ്പൊ കുറെ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോ ഈ നടപ്പിന്റെ ഡ്യൂറേഷൻ കൂടിയതോടുകൂടി എന്ത് സംഭവിച്ചു? നീതിമാൻ നടന്ന് കുറെ കഴിഞ്ഞപ്പോ അവന്റെ നീതി അങ്ങ് പോയി. ഭക്തൻ ഇറങ്ങിയപ്പം തീയായിരുന്നു, ഇപ്പൊ കനല് പോലും ഇല്ലാതെ, എന്നാൽ ഒരു കുറവുമില്ല. അത് ഗ്രഹിക്കുന്നവനാണ് മടങ്ങി വരണമെന്നുള്ള ദൂത് അനുസരിക്കേണ്ടുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമുക്കറിയാം നമ്മുടെ ആത്മീയത. പണ്ട് ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അടൂരുള്ള ബോസ് പാസ്റ്റർ ബൈബിൾ കോളേജ് വന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പ് എല്ലാം വെളിപ്പെടുന്ന ഒരു വലിയ പ്രവാചനാണെന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. അപ്പം ഞങ്ങളുടെ പഴയ കാര്യമൊക്കെ പറയുമെന്നുള്ള പേടി. ഞങ്ങൾ രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇസ്രായേലിൽ തിന്മ കാണാനില്ല, യാക്കോബിൽ കഷ്ടത ദർശിപ്പാനില്ല, കുറവുകളൊന്നും വെളിപ്പെടുത്തല്ലേ കർത്താവേ. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയത്. അദ്ദേഹം വന്നു, പ്രസംഗം നടത്തി, ഒന്നും വെളിപ്പെട്ടില്ല. ആശ്വാസമായി. 4 പേരുടെ മുമ്പിൽ നമ്മൾ ആരായി? ഭക്തനായി. കേട്ടോ, പിടിയിടിയാൻ പറഞ്ഞാൽ എൻ്റെ അനുഭവം പറയുന്നത്. എൻ്റെ അനുഭവം കൂടെ ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്കൊരു ചിന്തിക്കാൻ. അപ്പൊ നമ്മുടെ ആ ആത്മീയ തലം ലോകത്തൊരു പ്രവാചകനും വെളിപ്പെടുത്തില്ല. നമ്മൾ നമ്മുടെ മുറിയിലോട്ട് കയറിയിരുന്നിട്ട് ഈ വലത്തെ കൈയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട്, പാസ്റ്റർ റെജി നീ ശരിയല്ല എന്ന് പറയാൻ എന്തിനാ കാശ് മുടക്കുന്നേ? അതിന് ദിനാറ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? മുട്ടൊന്നും മടക്കി, നിന്റെ ഈ കുരുട്ടു സ്വഭാവം ശരിയല്ല, നിന്റെ അസൂയ ശരിയല്ല, നിന്റെ ഈ ഉടക്ക് പരിപാടി ശരിയല്ല, നിന്റെ അശുദ്ധി ശരിയല്ല, നിന്റെ നോട്ടം ശരിയല്ല എന്ന് എന്നോട് ഞാൻ പറയാൻ എന്തിനാ പ്രവാചകൻ? നിങ്ങൾ സൈലന്റ് ആയില്ലേ? പ്രവാചകനെ വിളിച്ച് സ്വത്രകാഴ്ചയും കൊടുത്ത് നല്ല ആഹാരവും കൊടുത്തു വെച്ച് അയാളൊന്നും പറയാതെ നിന്നെ വാലല്ല തലയാകും. ഒന്നും ആകത്തില്ല. ഞാനതാ പറയാം, സൈലന്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്രകാശം വിടുവെന്ന് എനിക്കറിയത്തില്ല. അപ്പോ എന്റെ ഭക്തിയിൽ എനിക്ക് വളരാൻ കഴിഞ്ഞു, അതോ ഞാൻ തളർന്നോ? അത് നോക്കുന്നവനാ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. എഴുന്നേൽക്കുന്നതിന്റെ 2ാമത്തെ ഘട്ടം അതാ. കർത്താവേ, എന്റെ ഭക്തിയുടെ അവസ്ഥ എവിടെയാ? ആദ്യ അനുഭവങ്ങൾ. അതാണ് യിരെമ്യാവ് പറയുന്നത്, നിന്നെ
വിളിച്ച നാളിലെ നിന്റെ യൗവനത്തിലെ ഭക്തി ഞാൻ ഓർക്കുന്നു. നമ്മൾ മറന്നാലും നമ്മുടെ കർത്താവ് അത് ഓർക്കും. അതുകൊണ്ട് നാം ഓർത്തിരിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. എന്റെ പ്രാർത്ഥനയുടെ ആഴം, വിശ്വാസത്തിന്റെ ആഴം, വിശുദ്ധിയുടെ ആഴം, സ്നേഹത്തിന്റെ ആഴം, കരുതലിന്റെ ആഴം, സഹകരണത്തിന്റെ ആഴം, സന്തോഷത്തിന്റെ ആഴം എവിടെയെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ അത് ഓർക്കുന്നവരാണ് അതിൽ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കേണ്ടുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്ക് എന്ന് രാത്രി അത് മടക്കി തരാൻ ദൈവം മതിയായവനാ. ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അത് ചെയ്തു തരാൻ ദൈവം മതിയായവനാ. നിനക്ക് സ്വയം എഴുന്നേൽക്കാൻ കഴിയത്തില്ല, എഴുന്നേൽപ്പിക്കാൻ ദൈവം മതിയായവനാ. പരിശുദ്ധാത്മാവ് മതിയായവനാ. നിന്റെ പ്രാർത്ഥനയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, നിന്റെ ആരാധനയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ, നിന്റെ ആത്മീയ അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് തുണ നിൽക്കും, എനിക്ക് തുണ നിൽക്കും, ആമേൻ, നമുക്ക് തുണ നിൽക്കും. ഇന്ന് രാത്രി ആഗ്രഹിക്കാൻ മനസ്സുണ്ടോ? കർത്താവേ, ആ പഴയ ആമേൻ അനുഭവങ്ങളെ പോലെ ആത്മീയ സന്തോഷത്തിലേക്ക് ഒന്ന് എഴുന്നേൽക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സമയം അങ്ങ് പോകും. ആമേൻ, സ്തോത്രം. അതിന്റെ 59-ാമത്തെ വാക്യം, അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അത് കഴിഞ്ഞ് 50 മുതൽ 60 വരെയുള്ള അധ്യായങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഇസ്രായേലിനോട് പറയാ, നിനക്ക് എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇസ്രായേലെ, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ആ പഴയ ശോഭ ഞാൻ നിനക്ക് തരും. അത് ചെയ്യാൻ ഞാൻ മതിയായവനാ. ആ സമയം ഇപ്പം വന്നിരിക്കുക. നിനക്ക് തയ്യാറാണോ? നീ തയ്യാറാണോ? പ്രവർത്തിക്കാൻ ഞാൻ മതിയായവനാ. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇസ്രായേൽ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി. BC 800 പ്രവാചകനാണ് അത്. അദ്ദേഹം പറയുക, ദൈവം വേർതിരിച്ച ഈ ജനം ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി. ആ ജനത്തോട് ദൂത് പറഞ്ഞിട്ട് പറയുക, 1-ാമത്തെ അധ്യായത്തിൽ എടുക്കണ്ട, ഇങ്ങനെയാ പറയുന്നത്, ആകാശമേ കേൾക്കാ. അപ്പൊ കേൾക്കാനും അനുസരിക്കാനും ഇസ്രായേലിൽ അപ്പൊ ആരും ഇല്ല. നോക്കണം, അതാണ് ഈ ദൂതിന്റെ പ്രസക്തി. 1-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനായ യെശയ്യാ പറയുകയാണ്, ആകാശമേ കേൾക്ക്, ഭൂമിയെ ചെവി തരിക, എന്റെ ജനം എന്നെ അറിയുന്നില്ല. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. എന്റെ ജനം. ആരാ എഴുന്നേൽക്കേണ്ടുന്നത്? ദൈവത്തെ അറിയേണ്ട ജനം അറിയാതെ പോകുമ്പോ അവരോട് തമ്പുരാൻ പറയാ, എഴുന്നേൽക്കേണ്ട സമയമായി. സ്തോത്രം. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം വർദ്ധിച്ചു കാണും. അതിന്റെ അർത്ഥം ദൈവം ഇങ്ങനെ സഹായിക്കുകയാണെന്നല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സാഹചര്യങ്ങളല്ല, അകത്ത മനുഷ്യന്റെ വളർച്ചയാണ് ദൈവം ഇന്ന് രാത്രി നോക്കുന്നത്. അവിടെ ഒരു തളർച്ചയുണ്ടെങ്കിൽ ആ തളർച്ച മാറ്റി എഴുന്നേൽക്കുവാൻ ആത്മാവ് ഇന്ന് രാത്രി അവൻ നമ്മെ പ്രബോധിപ്പിച്ചുണർത്തുകയാണ്. സ്തോത്രം. അപ്പൊ ഈ പുസ്തകം BC 800 എന്ന് പറയുന്നത് ഇസ്രായേൽ ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയി. എവിടുന്ന് കൊണ്ടുവന്നതാ? മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. 90 വയസ്സായ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവാവസ്ഥകളെ മാറ്റിയിട്ട് ആ ഗർഭപാത്രത്തിന് ശക്തി പകർന്നൊരു തലമുറയെ കൊടുത്ത് ഇസഹാക്കിൽ നിന്ന് യാക്കോബും യാക്കോബിൽ നിന്ന് ഗോത്രപിതാക്കന്മാരുമെന്ന് വർദ്ധിച്ചു പെരുക്കിയ ആ ജനത്തോട് പറയുക, നീ തുടങ്ങിയത് എവിടെയാ? അസാധ്യമായിടത്തു നിന്ന് തുടങ്ങിയത് നീ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കണം. ഇന്ന് നീ വർദ്ധിച്ചു, പെരുകി, നിന്റെ മഹത്വം വർദ്ധിച്ചു. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ നിനക്ക് മനസ്സില്ല. എന്നാൽ മടങ്ങി വരുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാ. ഒരു വലിയ വിഷയമാ ഈ തീമെന്ന് പറയുന്നത്. അതുപോലെ ശ്രദ്ധിച്ച് പഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ആ ജനത്തോട് പറയുക,
നിനക്ക് എഴുന്നേൽക്കാനുള്ള സമയമായി. നിന്റെ പ്രകാശം ദേശത്ത് നിന്നെക്കുറിച്ചുള്ള മഹത്വം വെളിപ്പെടുവാനുള്ള സമയമായി. സ്തോത്രം, സ്തോത്രം. അവിടെ പറയുക, എഴുന്നേൽപ്പിക്കാൻ എൻ്റെ കരം ശക്തമാണ്. നമ്മൾ ഈ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ ഞങ്ങളെ പോലെയുള്ള ദൈവദാസന്മാരും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് മന്ദമായിട്ടില്ല. അത്രയും പറഞ്ഞങ്ങ് നിർത്തും. അടുത്തതും കൂടെ പറയണം. ഒന്ന് പറഞ്ഞേ. നമ്മൾ ആ ഒറ്റ വാക്യത്തിൽ പറഞ്ഞങ്ങ് നിർത്തും. കർത്താവേ, നിന്റെ കരം കുറുകിയിട്ടില്ല, നിന്റെ കാത് മന്ദമായിട്ടില്ല, നീ പ്രവർത്തിക്കണേ. പ്രവർത്തിക്കാം. സെക്കൻഡ് വേഴ്സ് എന്താണ്? നിന്റെ അകൃത്യങ്ങൾ അത്രേ. ചുമ്മാ ശാസിച്ച പിശാച് പോവുകയല്ല. ഓ പിശാച് എന്ന് പറഞ്ഞാൽ അവൻ പറയും നീ പോന്ന് പറയും. പണ്ട് നമ്മുടെ മാത്ര ഒരു സഭയിൽ ഭൂതത്തെ പുറത്താക്കാൻ പോയി ഒരു ഉപദേശി. അതായത് A.Y. ജേക്കബ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, പുനലൂരുകാരനാണ്, എൻ്റെ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തോടുകൂടെ മാത്രയിലുള്ള ഒരു മിലിറ്ററിയിൽ നിന്ന് വന്ന അച്ചാനോടെ പോയി. അച്ചാൻ പാസ്റ്ററേക്കാളും വലിയൊരു പാസ്റ്ററാണ്. ഈ ഭൂതം ഇരിക്കുന്നിടത്തേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ അച്ചാൻ വിചാരിച്ചു പാസ്റ്ററേക്കാളും മുമ്പേ കൈയൊന്ന് വെച്ചാൽ ചിലപ്പം ഭൂതം അങ്ങ് പോവും. ഈ ഭൂതം അങ്ങോട്ട് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. ഈ അച്ചാൻ പാസ്റ്ററേക്കാളും മുമ്പേ കൈ അങ്ങ് വെച്ചു. ഭൂതം വിടുവോ? കൈ ഇങ്ങനെ കുറുക്കി, മനെ ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കല്ലേ, കൈ ഇങ്ങനെ കറക്കി ഒരൊറ്റ ഇടി വളയ്ക്കും. ഇടി കൊണ്ട് അച്ചായന് വേദനിച്ചപ്പോൾ അച്ചായൻ വിടുവോ? കൈ നൂത്ത് പെടലി ഒത്തു. അവസാനം ഈ ഭൂതത്തെയും അച്ചാനെയും കൂടെ പിടിച്ചു മാറ്റലായി ആദ്യത്തെ പണി. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, കൈ വെക്കാൻ അധികാരം കിട്ടാതെ കയറി കൈവച്ച വിവരം അറിയും. പ്രൈസലോ. ഏതെങ്കിലും ഒരു അവകാശം പിശാചിന് നമ്മിൽ പറയാനുണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് ശാസിച്ച പിശാച് പോയിട്ട് ഈച്ച പോലും പോവുകയില്ല. അത് കണ്ടെത്തുന്നതാണ് എഴുന്നേൽക്കുന്നതിൻ്റെ തെളിവ്. കേട്ടോ? കർത്താവേ, അതാണ് ദാവീദ്, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് എന്നെ. അതാണ് കാര്യം, അതാണ് എഴുന്നേൽക്കുന്നതിൻ്റെ തുടക്കം. കർത്താവേ, നിന്നെ വ്യസനിപ്പിക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നീ നോക്കണം. ഞാൻ നോക്കുകയല്ല. കർത്താവിന് സ്തോത്രം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കി അടിയനെ മോചിപ്പിക്കണമേ, അത് എൻ്റെ മേൽ വാഴരുത്, എന്നാൽ ഞാൻ മഹാപാതകരഹിതനാകും. മറഞ്ഞിരിക്കുന്ന കുറവുകൾ എന്നിലുണ്ടെങ്കിൽ എത്ര ഉച്ചത്തിൽ ഞാൻ പ്രസംഗിച്ചാലും ദൈവം മുൻപാകെ എന്റെ പ്രകാശം വെളിപ്പെടുകയില്ല. അത് വെളിപ്പെടണമെങ്കിൽ ഏറ്റുപറഞ്ഞ് തമ്പുരാനോട് അടുത്തു വരാൻ ആത്മാവ് സഹായിക്കട്ടെ. പ്രൈസലോ. ദൈവമക്കളെ, നമ്മൾ ഉണരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കൃപ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് പറഞ്ഞത്. പ്രൈസലോ. നമുക്ക് മറഞ്ഞിരിക്കുന്നെന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം, നമ്മൾ ചെയ്യുന്ന തെറ്റൊന്നും നമുക്ക് മറവല്ല. മറക്കുമോ നമ്മൾ? ഞാൻ മുളക്കടയിലൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും, ചിലർ ക്ഷമിക്കും പക്ഷെ മറക്കുകയല്ല, ചിലർ മറക്കും പക്ഷെ ക്ഷമിക്കുകയല്ല. ഇത് രണ്ടും വല്ല ഗുണമുണ്ടോ? നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റൊരിക്കലും നമ്മൾ മറക്കുകയല്ല. ബാല്യത്തിൽ ചെയ്യുന്ന തെറ്റ് പോലും നമുക്കിപ്പോഴും ബോധ്യമുണ്ട്, ഇല്ലേ? ചെയ്ത തെറ്റു, ഇല്ലേ? തെറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്കൊക്കെ ബോധ്യമുണ്ട്, കാരണം തെറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കും ബോധ്യമില്ലാത്ത, നിങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം വന്നതെന്ന് ഞാൻ ബാല്യത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടാണ്. ഇത് തെറ്റല്ലെന്ന് പറയുന്നതാണ് മറയ്ക്കുക എന്ന് പറയുന്നത്. കേട്ടോ? തൻ്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്ന, അത് തെറ്റല്ല.
അതാണ് ശുഭം വരാത്തത്. നമ്മൾ എല്ലായിടത്തും ചിലപ്പോൾ ശുഭത അനുഭവിച്ചെന്നിരിക്കാം, പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ വേണ്ട നിലയിൽ പ്രകാശിക്കാൻ കഴിയത്തില്ല. എലമിന്റെ ഈ സെമിനാറിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്, മറച്ചു വയ്ക്കപ്പെട്ട ഒരു കുറവ് പോലും നാം നമ്മുടെ ജീവിതത്തിൽ വയ്ക്കരുത്. ഏറ്റുപറഞ്ഞുപേക്ഷിപ്പാൻ ആത്മാവ് സഹായിക്കട്ടെ. ഇത് ആത്മീയ സന്തോഷത്തിന്റെ അനുഭവമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഭൗതികതയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അതെല്ലാം ദൈവം തരും. കർത്താവ് വഴിയൊരുക്കും, വഴി തുറക്കും, നടത്തും, എല്ലാം ശരിയാ. പക്ഷെ നമുക്കൊരു ആത്മീയ സന്തോഷം അനുഭവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകളെ കുറിച്ച് മറച്ചു. അതാണ് ദാവീദ് പറയുന്നത്, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിന്. ഇതൊക്കെ ആ എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ അന്യഭാഷ, ആരും കേട്ടിട്ടില്ലാത്ത ഭാഷ പറയുന്നതിലല്ല. കർത്താവിന് സ്തോത്രം. പ്രൈസലോ, പ്രൈസലോ, പ്രൈസലോ. അതൊന്നും അന്യഭാഷയുടെ ദൈർഘ്യമോ കയ്യടിയുടെ ശക്തിയോ ഒന്നും അല്ല. മനസ്താപത്തോടെ തമ്പുരാന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ അതിന്റെ ഒരു ആത്മീയ സന്തോഷം ഒന്ന് വേറെയാ. പ്രൈസലോ. അതിന്റെ ഒരു ആത്മീയ സന്തോഷം ഒന്ന് വേറെയാ. ഞാനിങ്ങനെ സഭയെ പറയാറുണ്ട്, നമ്മൾ തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി ഒന്നും കരുതിയില്ലെങ്കിലും നല്ലൊരു ആത്മീയ അനുഭവം നമ്മിലുണ്ടെങ്കിൽ തലമുറയ്ക്ക് ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം. യാക്കോബ് അതിനൊരു ഉദാഹരണമാണ്. യാക്കോബ് മിസ്രൈമിൽ ചെന്നിട്ട് മരിക്കാൻ തുടങ്ങിയപ്പോൾ മക്കളെയെല്ലാം വിളിച്ച് അനുഗ്രഹിക്കുന്നതിന് മുമ്പ് താൻ കാലെടുത്ത് കട്ടിലെ വെച്ചേച്ച് അവരെ അനുഗ്രഹിച്ചിട്ട് പോയി. തൻ്റെ കയ്യിലൊന്നുമില്ല, ഒരു വടി മാത്രമേ. സ്തോത്രം. പക്ഷെ അനുഗ്രഹിച്ച അനുഗ്രഹം എന്തുവാ? അയ്യോ, 49-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. ശക്തമായ അനുഗ്രഹം. നിന്റെ ഹൃദയം നിറഞ്ഞ് തലമുറയെ അനുഗ്രഹിക്കാൻ നീ ആത്മീയ ഉണർവുള്ളവനായിരിക്കണം, ഉണർവുള്ളവളായിരിക്കണം കേട്ടോ. പ്രൈസ്. അപ്പോൾ അങ്ങനെ അതാണ് പറയുന്നത്, ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും. അപ്പം നമ്മുടെ അകൃത്യങ്ങളെ മറച്ചു വയ്ക്കാതെ, തെറ്റ് പറ്റിയെങ്കിൽ തെറ്റു പറ്റി, ക്ഷമിക്കണേ അപ്പാ, എന്നോട് കരുണ കാണിക്കണേ. ഞാനിവിടെ ഒരു വലിയ മെസ്സേജൊക്കെ അങ്ങോട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പറഞ്ഞ് എരിഹോ മതിലൊക്കെ തകർന്നു വീഴും, ചെങ്കടലൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത്തിരി നേരം വേറൊരു തലത്തിൽ ആരാധിച്ചങ്ങ് പോവും. അവസാനം KTMCയുടെ കോമ്പൗണ്ട് വിടുമ്പോൾ എന്താ കേട്ടതെന്ന് ചോദിച്ചാൽ വെടി എന്ത് ചോദിച്ചാൽ പുകയാണെന്ന് പറഞ്ഞു പോകും. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഗ്രഹിക്കണം. ഇതൊന്ന് ഗ്രഹിക്കണം. ദൈവമേ, വ്യസനത്തിനൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകല്ലേ, മറച്ചു വെച്ചൊരു കാര്യം ഉണ്ടാവല്ലേ. നീ ആഗ്രഹിക്കുന്ന ഹൃദയം തെളിമയോടെ കാണും. കർത്താവെ നീ സഹായിക്കണേ. മതി ദൈവമക്കളെ, അതൊരു അനുഗ്രഹമാണ്, ഒരു സ്വസ്ഥതയാത്, അതൊരു സമാധാനമാണ്. എന്തിനാ നമ്മൾ ഈ ടെൻഷൻ എല്ലാം കൂടെ വലിച്ചു വെക്കുന്നേ? ആ ഒരു ആത്മീയ ജീവിതം ഈ LM സെമിനാറിൽ ഇവിടെ കേൾക്കുന്ന 100 പേര് അല്ലെ ഇത്രയും പേരുടെ ഒരാളെങ്കിലും ആ നിലയില് ഒരു സമർപ്പണത്തിലേക്ക് വന്നാൽ അതിന്റെ ആത്മീയ സ്വസ്ഥത അവരുടെ മുഖത്ത് പ്രകാശിക്കാനിടയായി തീരും. അതിന്റെ ആത്മീയ സ്വസ്ഥത അവരുടെ മുഖത്ത് പ്രതിഫലിപ്പാനിടയായി തീരും. അതാണ് ഈ സെമിനാറിന്റെ തീം കൊണ്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ആ ആത്മീയ സന്തോഷം തെളിവായിട്ട് കർത്താവെ ഒന്ന് വെളിപ്പെടുത്തുവാൻ എന്നെ നീ സഹായിക്കണമേ. കർത്താവിന് മഹത്വം. നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ നമുക്കറിയാവുന്ന അതേ കാര്യമാണ്. കർത്താവിന് സ്തോത്രം. 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഇനി നമുക്ക് വളരെ അറിയാം. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും വെളിപ്പാടിനെ തന്നിട്ട് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമുക്ക് പ്രകാശിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്
ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് പ്രാപിക്കത്തക്ക രീതിയിലുള്ള വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. ദൈവവചനത്തിന്റെ അറിവ് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങണം. വിവേകത്തോടെയുള്ള വചനത്തിന്റെ പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണം. അതിനാലുള്ള പ്രകാശം ഉള്ളിൽ നിന്ന് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായും അവന്റെ മുഖവും അതിനാലുള്ള പ്രകാശം വെളിപ്പെടും. പ്രൈസലോ. അപ്പോ ജ്ഞാനത്തിന്റെ ആത്മാവും വിവേകത്തിന്റെ ആത്മാവും അതിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമ്പോ സ്തോത്രം, നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കും. അപ്പൊ നമ്മുടെ ഉള്ളമാണ് ആദ്യം എന്ത് ചെയ്യേണ്ടുന്നത്. അല്ലാതെ മേളിൽ നിന്നൊരു പ്രകാശം തലയിലോട്ട് അടിച്ചിട്ട് വലിയ കാര്യമൊന്നും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കഴിക്കാൻ പോയപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് ചെയ്തു. അപ്പം വി.ടി. എബ്രഹാം പാസ്റ്ററും എൻ്റെ അടുത്തുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ ഫോട്ടോ എന്നെ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടോ തേജസ് തലേ വന്നിരിക്കുന്നു. അപ്പുറത്ത് നിന്നൊരു ലൈറ്റ് ഇല്ലയോ തണിച്ചാനും ഇങ്ങനെ പ്രകാശിച്ചപ്പോൾ യേശുക്രിസ്തുവിന്റെ തലയിൽ വട്ടമുള്ള പോലെ മേളിൽ നിന്നൊരു വെട്ടം വന്നൊന്നുമല്ല നമ്മളെ പ്രകാശിപ്പിക്കുന്നത്. അങ്ങനൊന്നും ചിന്തിക്കരുത്. ഇതിനകത്തുനിന്ന് വെട്ടം മേപ്പോട്ട് വരണം. നമ്മളെല്ലാം മേളിൽ നിന്ന് വെട്ടം താഴോട്ട് വരാനാണ് നോക്കുന്നത്. മുകളിൽ നിന്ന് എത്ര വലിയ വെട്ടം അടിച്ചാലും ഞാൻ തെളിവ് വരാം. ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ തെളിവ് വരാം. പൗലോസിന്റെ മുകളിൽ പ്രകാശം മിന്നി ഇല്ലേ, താൻ താഴെ വീണു, കണ്ണ് മങ്ങി. എന്നിട്ട് പൗലോസ് അഗ്രിപ്പ രാജാവിനോട് പറയാ, അഗ്രിപ്പ രാജാവേ, ഞാൻ കണ്ട സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. കേട്ടോ? സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1000 വാക്കിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനേക്കാൾ അതിന്റെ ആഴങ്ങളിലുള്ള സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമർപ്പണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1, നാം വീണിട്ടുണ്ടോ പരിശോധിക്കുക. 2, എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ പരിശോധിക്കുക. എവിടെയാണ് വീണതെന്ന് നാം തിരിഞ്ഞു ചിന്തിക്കുക. സ്തോത്രം. എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആത്മാവ് നമ്മെ സഹായിക്കും. നമുക്കറിയാവുന്ന ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയായ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് അവളുമായി സംഭാഷിക്കുന്ന ആ സംഭാഷണം നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് സുവിശേഷ പ്രസംഗങ്ങളിലും അല്ലാതെ ഒക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ആ സ്ത്രീയോട് കർത്താവ് ചെന്നിട്ട് പറയുക, നട്ടുച്ച സമയത്ത് ദാഹിക്കുന്ന കർത്താവ് അവളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം, ഞാൻ പറഞ്ഞങ്ങ് വിടാം. അപ്പൊ അവള് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായിരിക്കുന്ന എന്നോട് കുടിപ്പാൻ. അപ്പം അവളുടെ ചിന്തയിൽ ഈ കുപ്പായവും നടുക്കെട്ടും അല്ലെങ്കിൽ മേലങ്കിയൊക്കെ കണ്ടപ്പോൾ യേശുവിനെ ആരാട്ടേ മനസ്സിലായുള്ളൂ, യഹൂദനായിട്ടേ മനസ്സിലായുള്ളൂ. അതുകൊണ്ടാണ് അവള് പറഞ്ഞ്, നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയക്കാരിയാണ്, എന്നോട് നീ കുടിക്കാൻ ചോദിക്കുന്നത് എന്തിനാ? നമ്മൾ തമ്മിൽ സമ്പർക്കമില്ലല്ലോ, നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ഉടനെ കർത്താവ് അവളോട് വീണ്ടും സംഭാഷിച്ചു. കർത്താവിന് സ്തോത്രം. അപ്പോൾ അവള് പറയുകയാണ്, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പം കാണുന്നത് യജമാനനെ എന്നൊരു വിളിയുണ്ട് കേട്ടോ. കർത്താവിന് സ്തോത്രം. അപ്പോൾ ആദ്യത്തെ വിളി യഹൂദനെന്നാ കേട്ടോ. അവിടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും യഹൂദനായിരിക്കും, കുറച്ചുകൂടെ ഒന്ന് അടുത്തിയല്ലേ, അവൻ നിന്റെ യജമാനനാ. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നത് കേട്ടോ. സ്തോത്രം. അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ സ്ത്രീ അവനോട് യജമാനനെ. നോക്കണേ, ഒരിത്തിരി മുമ്പേ എങ്ങനെ കർത്താവിനെ മനസ്സിലാക്കിയത്? യഹൂദൻ. കുറച്ചുകൂടെ ഒന്ന് ഇന്റിമസി ആയപ്പോ അവള് പറയുക, നീ യജമാനനാണ്. ഞാൻ ചോദിക്കട്ടെ, തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? അവിടെ തന്നെയാണോ നിൽക്കുന്നത്? എങ്കിൽ നീ എഴുന്നേറ്റേ മതിയാകൂ. കുറച്ചുകൂടെ അടുത്തിയല്ലേ, കർത്താവിൻ്റെ അടുക്ക ചെല്ല്.
കർത്താവിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു വരുമ്പം ആമേൻ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്, അല്പം കൂടി പറഞ്ഞു വരുമ്പം, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ, ഒറ്റ കൂടി നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോഴാണ് കർത്താവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടിൽ നമ്മളുടെ മുഖം ഒന്ന്, ഹൃദയമൊക്കെ ഒന്ന് പ്രകാശിക്കുന്നത്. നമ്മുടെ കാര്യം നടത്തി തരുന്നവനായിട്ട്, നമ്മളെ സംരക്ഷിക്കുന്നവനായിട്ട്, നമ്മുടെ കുടുംബത്തെ പുലർത്തുന്നവനായിട്ട്, നമ്മുടെ ഭാരം ചുമക്കുന്നവനായിട്ട് അല്ല, അല്പം കൂടി ഒന്ന് പോയി നോക്കിയേ, നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്നവനായിരിക്കും. അങ്ങനെ നടന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവള് പറയുകയാണ്, നീ രക്ഷിതാവെന്ന് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം അല്ലേ കർത്താവ്. നീ ക്രിസ്തു, ക്രിസ്തു എന്ന് വെച്ചാൽ ദൈവത്തിന് സ്തോത്രം, മശിഹ. നോക്കണേ, തുടങ്ങിയത് യഹൂദനാണെങ്കിൽ, അടുത്തത് യജമാനനാണെങ്കിൽ, അടുത്തത് പ്രവാചകനാണെങ്കിൽ, ഒടുവിൽ വന്ന് നിൽക്കുന്ന നീയാണ് രക്ഷകൻ. അതാണ് വെളിപ്പാട്. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കരുതലിന്റെ, കെയറിങ്ങിന്റെ, സംരക്ഷണത്തിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു ആശ്രയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ദൈവമെങ്കിൽ എഴുന്നേൽക്കണം. അല്ല, നിന്റെ രക്ഷകനാണവൻ. സ്തോത്രം. നിന്റെ എന്നിട്ട് അവള് പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. അവൾ എന്ത് ചെയ്യുന്നു? കർത്താവിന് സ്തോത്രം. അവള് എല്ലാം ദൈവത്തിന് സ്തോത്രം. അതിന്റെ 39-ാമത്തെ വാക്യം വായിച്ചാണ് നിർത്തുക ഞാൻ. കണ്ടോ, അതൊക്കെ നല്ലപോലെ ഒന്ന് പറഞ്ഞ് ഗ്രഹിപ്പിക്കണമെന്ന് എനിക്കുണ്ട്. സമയം തീരുകയാണ്. ഈ സ്ത്രീ ചെന്ന് പട്ടണത്തോട് പറയുക, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ നിങ്ങൾ വന്ന് കാൺമീൻ. അതാണ് നിന്റെ പ്രകാശം. നീ പ്രാപിച്ച വെളിപ്പാട്, അല്ലെങ്കിൽ ആ വെളിച്ചം, വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴിൽ വെച്ചാൽ എങ്ങനെ പ്രകാശിക്കും? നീ പ്രാപിച്ച ഈ സാക്ഷ്യം കട്ടിലിൻ കീഴിൽ വെച്ചിട്ട് നീ അതിന് മുകളിൽ കിടന്നാൽ എങ്ങനെ രക്ഷ പ്രാപിക്കും? ഈ വെളിച്ചം എങ്ങനെ പ്രകാശിക്കും? ഇത് മലമേൽ പ്രകാശിക്കേണ്ടതാണ്, ഈ പട്ടണത്തിന്മേൽ പ്രകാശിക്കേണ്ടതാണ്, ഈ വെളിപ്പാട് നീ സാക്ഷിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം നീ പറയാതിരുന്നാൽ അതിന്റെ അർത്ഥം നീ എഴുന്നേറ്റിട്ടില്ല. ഇതിന്റെ ആ വെളിപ്പാട് നീ ഷെയർ ചെയ്യാതിരുന്നാൽ ഇതുവരെയും നിനക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അതറിഞ്ഞു വേണം ദൈവത്തെ ആരാധിപ്പാൻ. ഇന്ന് രാത്രി ഈ തീം എന്നിൽ ആപ്ലിക്കബിൾ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യഹൂദനായിട്ട്, യജമാനനായിട്ട്, പ്രവാചകനായിട്ട്, ഒരു ക്രിസ്തുവായിട്ടല്ല, അവനെ സാക്ഷിക്കുന്നവരായി തീരട്ടെ, അവനെ പ്രസംഗിക്കുന്നവരായി തീരട്ടെ, അവനെ അറിയിക്കുന്നവരായി തീരട്ടെ, അവനെ കുറിച്ച് പറയുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ പ്രകാശം എങ്ങനെയാണ് വരേണ്ടുന്നത്? നമുക്ക് ലഭിച്ച ഈ വെളിപ്പാട് നാം വെളിപ്പെടുത്തുമ്പോഴാണ് നമ്മൾ പ്രകാശിക്കുന്നത്. സ്തോത്രം. അതായത് എന്നിലും നിങ്ങളിലും പകർന്ന സുവിശേഷ ആത്മാവ് അടക്കി വയ്ക്കാതെ ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. പഴയ നിയമത്തിലെ അനുഭവമല്ല ഞാൻ ഈ പറയുന്നത്, പുതിയ നിയമത്തിൽ ആ പ്രാപിച്ച വെളിപ്പാട് ഷെയർ ചെയ്യുവാൻ എന്റെ നാവും നമ്മുടെ നാവ് നാം വിട്ടുകൊടുക്കുമ്പോഴാണ് സുവിശേഷത്തിന്റെ പ്രകാശം എന്നിൽ പ്രകാശിക്കുന്നത്. അതിതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നാം അവിടെ കിടക്കുക. ആ സുവിശേഷം പറയുവാൻ ആത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. അവൻ എന്നോടും നിങ്ങളോടും കൂടെ സഹകരിക്കുന്ന ആരെങ്കിലും ഈ ക്രിസ്തുവിനെ അറിയാതെ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനെ ചോദിക്കുന്നത് അടുത്ത വ്യക്തിയോടല്ല, അത് ചോദിക്കുന്നത് എന്നോടും നിങ്ങളോടുമാണെന്ന്. ആ അറിവാണ് യഥാർത്ഥ പ്രകാശം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല.
അതാണ് എന്നെ പ്രകാശിപ്പിച്ചത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? പ്രൈസലോ, ക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ എന്ത് ചെയ്തിരിക്കുക? അപ്പോ എവിടാ പ്രകാശിക്കേണ്ടുന്നത്? എന്തിനാ പ്രകാശിക്കേണ്ടുന്നത്? ഞാൻ നിർത്താൻ പോവാ. മോൻ ഓർഗൻ മീറ്റിൽ തുടങ്ങി, ഞാൻ നിർത്താൻ പോവാ. എന്തിനാ പ്രകാശിക്കേണ്ടുന്നത്? സുവിശേഷം ഞാനും നിങ്ങളും പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം യഥാർത്ഥ പ്രകാശം നമുക്ക് വന്നിട്ടില്ല. കാശ് കിട്ടിക്കാണും, വണ്ടി കിട്ടിക്കാണും, വീട് കിട്ടിക്കാണും, മക്കൾ ഡോക്ടറും എഞ്ചിനീയറുമായി കാണും, പദവി കിട്ടിക്കാണും. പക്ഷെ യഥാർത്ഥ വെളിപ്പാട്, അതിന്റെ പ്രകാശം ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ല. ഞാനും സുവിശേഷം അറിയാത്തവനും ഒരുപോലെയാ. അറിയുന്ന നീ അടക്കി വെച്ചാൽ രണ്ട് കല്ലറ, ഒന്ന് തുറന്നു കിടക്കുന്നു, ഒന്ന് അടഞ്ഞു കിടക്കുന്നു. രണ്ടും അടഞ്ഞു കിടന്നാൽ ആരും മൈൻഡ് ചെയ്യല. തുറന്ന കല്ലറ നോക്കിയിട്ട് പറയും ഇവിടെ അവനില്ല. അടഞ്ഞ കല്ലറയാണ് രണ്ടുമെങ്കിൽ അതൊരു പ്രസംഗ വിഷയമേ അല്ല. അതിന്റെ അർത്ഥം നിന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നവനിൽ സുവിശേഷം പ്രകാശിക്കാതിരിക്കുമ്പോ പ്രകാശിച്ച നീ ആ പ്രകാശം വെളിപ്പെടുത്താതിരുന്നാൽ രണ്ടും അടഞ്ഞ കല്ലറയാണ്. നീ എഴുന്നേൽക്കണം, നീ പ്രകാശിക്കണം. നിന്റെ നാവ് സുവിശേഷത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. യേശുവിനെ പ്രസംഗിക്കണം, പട്ടണത്തോട് സാക്ഷിക്കണം. യേശുവിങ്കിലേക്ക് ജനം കടന്നു വരണം. ആമേൻ. കർത്താവ് വരുവാൻ സമയമായി. ഈ ദൗത്യം മറക്കുന്നവരല്ല, ഈ ദൗത്യം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 2024 എല്ലാം അതേ സെമിനാർ, ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റിന്റെ സെമിനാറിൽ ഈ ദൂത് കേൾക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ സുവിശേഷം പറയുവാൻ ഒരാത്മദാഹം ഉണ്ടാകുന്നെങ്കിൽ ഈ അതേ സെമിനാർ കൊണ്ട് ആത്മാവ് ആഗ്രഹിച്ചത് നിവർത്തിക്കപ്പെടുക. കർത്താവിന്റെ ദാസന്റെ ഉള്ളിൽ നൽകിയ ആ ദൂത് ഇവിടെ നിവർത്തിക്കപ്പെടുക. എന്നോട് ചേർന്ന് അതരങ്ങളെ തുറന്ന് ആ കരങ്ങളെ അടിച്ച് കർത്താവേ അങ്ങനെ സഹായിക്കണമേ എന്ന് ശക്തമായി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ആകയാൽ പ്രാർത്ഥിക്കുന്നത് പോലെ, ആരാധിക്കുന്നത് പോലെ, കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് പോലെ, ദൈവജനത്തെ സ്നേഹിക്കുന്നത് പോലെ സുവിശേഷം അറിയിക്കുന്നത് നമ്മുടെ ഒരു ശ്വാസ ഉച്ഛ്വാസം പോലെ ഒരാത്മീയന് വിലപ്പെട്ടതാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മെ കർത്താവ് കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് പ്രകാശിക്കാം. നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ട്. നമ്മൾ കേട്ടത് അതായിരുന്നു, നമ്മുടെ ഉള്ളിൽ പ്രകാശമുണ്ട്. പക്ഷെ നമ്മൾ എഴുന്നേക്കാതെ അവിടെ കിടന്നുകൊണ്ട് പ്രകാശിച്ചാലോ? നമ്മൾ എന്തുകൊണ്ടാണ് 4 കാലം പോസ്റ്റും ഉയർന്ന നിലയിൽ ലൈറ്റുകളൊക്കെ പിടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ആ പ്രകാശം കൂടുതലേറിയ കവർ ചെയ്യാനാ. എഴുന്നേക്കാത്തിടത്തോളം ഉള്ളിലെ പ്രകാശം അതിന് വ്യാപ്തി ഉണ്ടാകത്തില്ല. ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ഉള്ളിലെ പ്രകാശം, അതുമായി നമുക്ക് എഴുന്നേക്കാം. അത് സുവിശേഷത്തിന്റെ പ്രകാശനമാകട്ടെ. അനേകര് തപ്പിത്തടഞ്ഞ് നടക്കുക, അവർക്ക് പ്രകാശം കൊടുക്കാൻ ദൈവം നമ്മളെയാണ് കണ്ടിരിക്കുന്നത്. വഴിതെറ്റി പാറക്കെട്ടുകളിൽ ചെന്ന് തകരുന്ന കപ്പലുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കടലിന്റെ തീരത്ത് പ്രകാശം പരത്തുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു വിളക്ക് മരം പോലെ
നമുക്ക് നിൽക്കാൻ കഴിയട്ടെ. അവന്റെ ബലമുള്ള കൈക്കീഴി താണിരുന്നാൽ എത്രത്തോളം നിന്നെ ഉയർത്തുമെന്നറിയാമോ? സ്തോത്രം. ഫിസിക്കലായിട്ടുള്ള വളർച്ച ഇത്രയേ ഉള്ളൂ. എന്നാൽ ആത്മാവിലുള്ള വളർച്ച നമുക്ക് പറയാൻ കഴിയത്തില്ല. അത്രത്തോളം നിന്നെ വളർത്തും. വളരുന്നതിനനുസരിച്ച്, എഴുന്നേക്കുന്ന അനുസരിച്ച് നമ്മളിലെ പ്രകാശത്തിന്റെ വ്യാപ്തി ദൂര സ്ഥലങ്ങളിലെത്തും. രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ എഴുന്നേറ്റ് മതിയാകുമെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? യേശുവിന്റെ നാമത്തിൽ എന്റെ ഉള്ളിൽ പ്രകാശമുണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രകാശനം തന്നിട്ടുണ്ട്. നമ്മുടെ അകൃത്യങ്ങളാണ് അതിനെ മൂടി വച്ചിരിക്കുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു. അതെല്ലാം മാറി ആത്മാവിലൊന്ന് എഴുന്നേക്കാൻ ഇന്ന് രാത്രി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിശ്ചയമായും ഈ സെമിനാർ നമുക്കൊരു വിടുതലായി തീരുകയാണ്. കർത്താവിന്റെ ദാസനെ അതിശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു.